ഹായ് ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചെൻ്റെ യൂട്യൂബ് ജേണി, ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം, എൻ്റെ മോട്ടിവേഷൻ ആരാണ്, ഞാൻ എന്തൊക്കെ ചെയ്തത് യൂട്യൂബിൽ റീച്ച് ആവാൻ, പിന്നെ ഇൻസ്റ്റഗ്രാം എങ്ങനെ തുടങ്ങിയത്, പിന്നെ എൻ്റെ യൂട്യൂബ് ഇൻകം എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങാൻ വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയല്ലോ വിചാരിച്ച്. ഇത് സൗണ്ട് കുറവാണോ? അപ്പോൾ കുറച്ചുകൂടി സൗണ്ട് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങാൻ വിചാരിക്കുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിലോ, ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ളൊരു ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾക്ക് കോളേജിൽ കൊറോണ ഒക്കെ ഉള്ള സമയത്തായിരുന്നു ഡിഗ്രീൻ്റെ 3rd ഇയർ. അപ്പോൾ നമുക്ക് അന്ന് ക്ലാസ് കൂടുതലും നമുക്ക് ക്ലാസ് ഇല്ലാണ്ട് ഓൺലൈൻ ആയിരുന്നു. പിന്നെ ലാസ്റ്റിലേക്കാണ് ക്ലാസ് തുടങ്ങിയത് ഡിഗ്രീൻ്റെ ലാസ്റ്റ് സമയത്ത്. കൂടുതലും ഓൺലൈൻ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കൂടുതലും വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് ബേക്കിംഗ് തുടങ്ങി. വെറുതെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇൻകം, ഒരു പോക്കറ്റ് മണി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബേക്കിംഗ് തുടങ്ങി, കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇത്താതെ എനിക്ക് മറ്റേ നമ്മൾ പണ്ടുണ്ടാക്കുന്ന ഒരു എഗ് കേക്ക് ഇല്ലേ, മുട്ടക്കേക്ക്, അത് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഉണ്ടാക്കി ഞാൻ അത് ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. അപ്പം അതിന് നമുക്ക് നോർമൽ കേക്കിൽ കിട്ടുന്ന സ്പഞ്ച് ഏകദേശം അത് സെയിം ആണല്ലോ. അതിൽ കുറച്ച് വാനില എസൻസ് ഇടണം, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളല്ലോ. അങ്ങനെ ഞാൻ വെറുതെ നിൽക്കുമ്പം ഒരു നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ട്രെൻഡി ആയി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാനും താത്തയും കൂടി അതൊന്നും ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റും ആയല്ലോ. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയേ. അങ്ങനെ ബേക്കിംഗ് തുടങ്ങി. സംഭവം ഏകദേശം എനിക്ക് ക്രീം വർക്കും കാര്യമൊക്കെ സെറ്റായി. അങ്ങനെ ഞാൻ എന്താക്കി, സെയിൽ തുടങ്ങി. അപ്പോൾ കൊറോണ സമയത്ത് ആയപ്പോഴേക്കും ഞാൻ അത്യാവശ്യം ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് അയക്കുന്നത്. പിന്നെ ഓരോരോ പുതിയ മോഡലും പുതിയ ഫ്ലേവേഴ്സൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ പഠിച്ച്. അങ്ങനെ ഞാൻ കേക്ക് സെയിലിംഗ് ഒക്കെ തുടങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഇതിൻ്റെ വീഡിയോസ് നോക്കിയതുകൊണ്ടായി, അതായത് ഓരോരോ ഫ്ലേവർ പുതിയത് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫീൽഡിൽ ഫുള്ള് ഈ കേക്കിൻ്റെ ഈ വീഡിയോസ് വരിക. അതായത് അതൊക്കെ ഞാൻ ബേക്കിംഗ് തുടങ്ങി കുറേ കാലത്തിന് ശേഷം കേട്ടോ, കുറച്ച് അങ്ങോട്ട് ആയതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഫുള്ള് ബേക്കിങ്ങിൻ്റെ തന്നെയായിരുന്നു വരിക. അപ്പം ഉമ്മ എന്നോട് അതേ പറയാനും, ഉമ്മ ഇങ്ങനെ യൂട്യൂബിൽ കുറേ അല്ലാത്ത ഫാമിലി വ്ളോഗ് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ. അതായത് മക്കളും ഫാമിലിയായിട്ട് ഉമ്മയും മോനും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ചാനലുകൾ അങ്ങനെ ഉമ്മ കാണുന്നതിൻ്റെ ഇങ്ങനെ പറയും, നമുക്കും തുടങ്ങാനില്ലേ ഇങ്ങനെ ഉമ്മയും മോളും അങ്ങനെ കുറച്ച് മുന്നേ എന്നോട് പറയും നമ്മൾ യൂട്യൂബ് തുടങ്ങി, നമ്മൾ അതായത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മയൊക്കെ കാണാൻ എന്നോട് ഇങ്ങനെ പറയാം നമ്മൾ യൂട്യൂബ് തുടങ്ങാൻ അങ്ങനെ പറയാനും. അങ്ങനെ ഞാൻ എന്തേ തമ്മങ്ങൾ പറയുന്ന യൂട്യൂബ് ഒന്നും ആവൂല അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കി എസ്കേപ്പ് ആവും. അങ്ങനെ ഈ വീഡിയോസ്, കേക്കിൻ്റെ വീഡിയോസ് നോക്കി ഇങ്ങനെ എൻ്റെ ഫീൽഡിൽ കേക്കിൻ്റെ ഷോർട്സ് വീഡിയോ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഈ ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഞാൻ കേക്കിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഷോർട്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പം റീച്ച് എന്ന് വെച്ചാൽ വലിയ റീച്ച് ഇല്ലെങ്കിലും അന്നെനിക്ക് ചെറിയ ഫോളോവേഴ്സൊക്കെ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് വെച്ചാൽ തുടങ്ങുകയാണല്ലോ, അപ്പോൾ വലിയ റീച്ചില്ല. പക്ഷേ ഇനി എൻ്റെ മാക്സിമം ഒക്കെ എന്ന് വെച്ചാൽ 10K ഒക്കെ അടിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഈ ഫോണിലാണ് തുടങ്ങിയത്. ഇതെനിക്ക് നിക്കാഹിന് മിഷ തന്ന ഫോണാണ്. നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടാവും, ഞാൻ മറ്റേ ഒരു ബൊക്കൻ്റെ ഉള്ളിൽ, ഞങ്ങൾ നിക്കാ വീഡിയോ കണ്ടാൽക്ക് അറിയാം, ബൊക്കൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫോൺ വലിച്ചെടുക്കുന്ന ആ ഫോണാണിത്. അപ്പോൾ ഇതിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങി വെച്ചാൽ നമുക്കിപ്പോൾ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂട്യൂബ് ഉണ്ടാവുമല്ലോ. അപ്പം ആ യൂട്യൂബിന് ഞാൻ എൻ്റെ മിസ്രി എന്നുള്ള നമ്മളെ മെയിൽ ID ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ പേര് മാറ്റി ജസ്റ്റ് മൈ കുട്ടി ഷോർട്സ്, അങ്ങനെ എൻ്റെ ആദ്യ യൂട്യൂബിൻ്റെ പേര് മൈ കുട്ടി ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഷോർട്സ് മാത്രം ഇട്ട് ഇതാക്കാൻ വിചാരിച്ച് അങ്ങനെ തുടങ്ങി. അങ്ങനെ കുറച്ച് ആദ്യം 500 ഫോളോവേഴ്സായി കേക്കിൻ്റെ തുടങ്ങിയിട്ട്. അന്ന് 500 ഫോളോവേഴ്സ് ആയപ്പോൾ ഞാനൊരു കേക്ക് മീൻസ് എൻ്റെ ഫോളോവേഴ്സിന് പറഞ്ഞൊരു കേക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ഇത്ര പീസൊക്കെ ആക്കി കൊണ്ടുപോയി ഫുൾ അയൽവാസികൾക്ക് കൊടുത്തു. അങ്ങനെ പിന്നെ അയൽവാസികളും അറിയില്ല അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിന് പുറത്തും കൂടിയാണ്. അങ്ങനെ മെല്ലെ 1000 പിന്നെ 10000. കുറച്ച് ടൈം എടുത്ത് ഞാനിങ്ങനെ ഷോർട്സ് കുറേ ഇടാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ 10000 പക്ഷേ അതിനൊക്കെ എനിക്ക് ആകെ ഒരു എന്താ പറയുക, അത്ര വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല അതിന്. 10000, 20000, 1 lakh അങ്ങനെ അതിനും ഷോർട്സിൻ്റെ റീച്ച് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ മിഷ അങ്ങനെ എനിക്ക് കുറേ ഐഡിയ ഒക്കെ പറഞ്ഞുതരും, ഇങ്ങനത്തെ ചെയ്ത് നോക്ക്, അങ്ങനെ ആക്കി നോക്ക്, ഇങ്ങനത്തെ മോഡൽ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം മിഷ പറഞ്ഞ ടൈപ്പ് കണ്ടന്റിനൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവില്ല അതിനെ.
പിന്നെ വെച്ചാൽ പിന്നെ ഒരു ദിവസം ഇങ്ങനെ അതെന്നെ ഇട്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുന്ന വ്ളോഗൊക്കെ കുറച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അതിനൊന്നും വലിയ റീച്ച് ഇല്ല, എന്നാലും ചെറിയ ചെറിയ തോതിലുള്ള റീച്ച്, എന്നാലും അതിനൊന്നും നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവാനുള്ളൊരു റീച്ചൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തിയിട്ട് ഷോർട്സ് തന്നെ ഫോക്കസ് ചെയ്ത്. അപ്പം എനിക്ക് ഏതോ കുറച്ച് ഷോർട്സ് കുറച്ച് റീച്ച് ആയിട്ട് ഞാൻ ഒരു ഫസ്റ്റ് ഒരു 3000 നമുക്ക് 3000 ഹവേഴ്സ് കംപ്ലീറ്റ് ആവുകയെ അല്ലെങ്കിൽ 3 മില്യൺ ഷോർട്സ്. അതായത് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ 3000 മണിക്കൂർ ആൾക്കാർ കാണണം, മൊത്തം ഒരു വർഷത്തിനെടുക്ക് 3000 മണിക്കൂർ. അല്ലെങ്കിൽ നമ്മളെ ഷോർട്സ് ഒരു 3 മില്യൺ 90 ദിവസത്തിനുള്ളിൽ 3 മില്യൺ ആൾക്കാർ കാണും. അങ്ങനെ എൻ്റെ ഷോർട്സ് അത്യാവശ്യം റീച്ചായി കഴിഞ്ഞിട്ട് 3 മില്യണായി. അപ്പം എനിക്ക് ആഡൊക്കെ കൊടുക്കുക, മീൻസ് കൊളാബിൽ നമ്മളിങ്ങനെ ടാഗ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു ചെയ്യില്ല, അതുപോലത്തെ ആഡ് ചെയ്യാനുള്ള മോണിറ്റൈസേഷൻ ഓൺ ആയതിൻ്റെ ഇത് വന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ അപ്ലൈ ചെയ്യാൻ പോയ സമയത്താണ് എനിക്ക് ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ ഒരു വീഡിയോ അതിൽ പെൻഡിങ് എടുക്കണ്ടേ ഷോർട്സ്. എനിക്കറിയില്ല അതിന് ഷോർട്സിൽ കോപ്പിറൈറ്റ് വരും എന്നുള്ള കാര്യം. അപ്പം ഞാൻ അത് കാണാണ്ട് അപ്ലൈ കൊടുത്ത്. അങ്ങനെ എനിക്ക് തീരെ യൂട്യൂബ് പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ കാണാണ്ട് അപ്ലൈ കൊടുത്ത് അതിൽ റെഡി ആയില്ല. പിന്നെ ഞാൻ ഫുൾ തപ്പി നോക്കിയിട്ടും ഷോർട്സിൻ്റെ കോപ്പിറൈറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ലോങ് വീഡിയോയിൽ മാത്രമേ സോങ് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഷോർട്സിലും ചില സോങ്ങിന് കോപ്പിറൈറ്റ് വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ അപ്ലൈ ചെയ്ത് അതും പോയി. എനിക്ക് തോന്നുന്നു 3 വട്ടം അപ്ലൈ ചെയ്ത് അപ്പീൽ പോയി എന്തൊക്കെയോ ചെയ്ത് ഒക്കെ പോയി. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഇനി എത്ര ഒരു സമയം കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്തോളൂ, ഒരു 3 മാസമോ അങ്ങനെ എന്തോ കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അതിൽ ഇത് അടുത്തേക്ക് വെക്കണം. ഓക്കെ, അപ്പം ഇനി എത്ര ഒരു മന്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ എന്താക്കി, പിന്നെ എനിക്ക് ആകെ ഡൗണായി. ഇത് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നിടത്ത് നിന്ന് പോയതാണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും ഇടാണ്ടായി. എനിക്കൊരു ചടപ്പായി, എന്ത് അത് വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ആകെ ഈ ഷോർട്സ് മാത്രം ആൾക്കാർ കണ്ടിട്ടൊന്നും മോണിറ്റൈസേഷൻ ഓൺ ആവില്ല. പിന്നെ നമുക്ക് പൈസ ഒക്കെ കയറണമെങ്കിൽ ഷോർട്സ് 10 മില്യൺ ആൾക്കാർ കാണണം 90 ദിവസത്തിൽ. എനിക്ക് അത്രക്കുള്ള റീച്ച് ഒന്നുമില്ല. പിന്നെ ഞാൻ നിർത്തി, ഇമ്മനെ നിർബന്ധത്തിൽ തുടങ്ങി വന്നല്ലോ. പിന്നെ അതുപോലെ ഈ കേക്ക് ബേക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഉച്ചക്കൊക്കെ കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഓരോരോ സ്റ്റെപ്പ് വീഡിയോ എടുത്ത് നമ്മളൊക്കെ തന്നെ ഒരു സമയമാകും. പിന്നെ കേക്ക് കൊടുക്കാനൊക്കെ ഡിലേ ആവുന്നുള്ളതിൽ ഞാൻ നിർത്തി, എഫേർട്ടിനനുസരിച്ചുള്ള ഇത് കിട്ടാത്തപ്പോൾ. പിന്നെ കുറേ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് ഇനി ഒന്നുകൂടി ചെയ്ത് തുടങ്ങി, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെയും തുടങ്ങി. ഞാൻ കുറച്ചൊക്കെ റെഡി ആയി വരാൻ തുടങ്ങി. മീൻസ് ഷോർട്ട് തന്നെ അങ്ങനെ ആ ഒരു ആദ്യത്തെ ഒരു റീച്ചിലേക്ക് തന്നെ ആകാൻ തുടങ്ങി. പിന്നെ എന്നോട് മിഷ പറഞ്ഞേ നമുക്ക് ഈ ബേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. മീൻസ് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ഇത് കാണുള്ളൂ. പിന്നെ അതുമല്ല റീച്ച് എനിക്ക് ഇൻകം വരാനുള്ള റീച്ച് ഇന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ എനിക്ക് അല്ലാതെ എന്തെങ്കിലും വ്ളോഗാണെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടാലല്ലേ ആ രീതിയിലേക്കുള്ള റീച്ചൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ മിഷ പറഞ്ഞ് കണ്ടന്റ് മാറ്റി പിടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കുറേ സമയം അങ്ങോട്ടേക്ക് ആയുണ്ട് കേട്ടോ. മീൻസ് ഞാൻ തുടങ്ങി കുറച്ച് സമയം അങ്ങോട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു കുറേ പീരീഡ് അതങ്ങനെ അങ്ങ് കഴിഞ്ഞിരിക്കണേ. ഞാൻ കേക്കിൻ്റെ ഇതിൽ കുറേ പോയിക്കണേ. ഞാൻ കേക്ക് തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ എനിക്കൊരു ഇൻകം വരുന്നുണ്ടല്ലോ, ഇതിൽ നിന്ന് ഇൻകം വരാൻ കുറേ സമയം എടുക്കല്ലോ എന്നൊക്കെ ഉള്ള മൈൻഡിൽ അങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെ മിഷ പറഞ്ഞ് ഇനി നമുക്ക് കേക്കിൻ്റെ കണ്ടന്റ് മാറ്റാം, അതെന്തായാലും ആൾക്കാർ അത്ര ഇതാക്കുന്നില്ല, ഇനി വേറെ ഡെയിലി വ്ളോഗ് പോലെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, ഓക്കെ അങ്ങനെ ഡെയിലി വ്ളോഗിലേക്ക് കിടന്ന്. അപ്പോൾ എനിക്ക് മിഷ അങ്ങനെ കണ്ടന്റ് പറഞ്ഞുതരും. നമ്മൾ തുടങ്ങുമ്പോൾ നിറച്ചും കണ്ടന്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഒരേ തന്നെ ഉള്ള ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്തിട്ട് മിഷ കേട്ടോ എല്ലാം പറഞ്ഞില്ലേ, കണ്ടന്റ് വൈസും എല്ലാം മിഷ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഒരു വ്ളോഗ് മിഷ പറഞ്ഞ എന്തോ ഒരു കണ്ടന്റിൽ ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് മിഷക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കോമഡി ഞാൻ എത്ര ഒരു മിനിറ്റോ 1.5 മിനിറ്റ് ഇങ്ങനെയുള്ള മറ്റേ ഷോർട്ടിനുള്ള വ്ളോഗാട്ടോ, ഷോർട്സ് പോലത്തെ വ്ളോഗാണേ, മറ്റേ ലോങ് അല്ല. അങ്ങനെ ഷോർട്സ് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് ഞാനതിലിങ്ങനെ കഥ പറയുമ്പോൾ വലിച്ചിങ്ങനെ ചിലരിങ്ങനെ ഇടല്ലേ ഒരുമാതിരി ഒരു നല്ല സൗണ്ട്, നമ്മളിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു സുഖിപ്പിച്ച് പറയുമ്പോൾ പോലെ എന്തെങ്കിലും ഫുഡ് കഴിക്കും, അടിപൊളി നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഭയങ്കര ഇങ്ങോട്ട് ഓവറാക്കി സംസാരിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കേൾക്കാൻ മനസ്സിലാവും. അങ്ങനെ ആക്കി ഞാനൊരു കഥ പറയും പോലെ ആക്കി എഡിറ്റ് ചെയ്തിട്ട്, മീൻസ് പോസ്റ്റ് അല്ല മിഷാക്ക് ഷെയർ ചെയ്ത് കൊടുത്ത്. മിഷ പറഞ്ഞെന്നാണല്ലോ കണ്ടന്റൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ മിഷ പറഞ്ഞ ഇങ്ങനെയല്ല വേണ്ടി, ഇത് ഭയങ്കര ലാഗാണ്, ഇതാരും കണ്ടിരിക്കൂല, ഇനി കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ, കുറച്ചുകൂടി ഒരു ഫണ്ണായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് അല്ലാണ്ട് ഫണ്ണിലേക്ക് പിടിക്കാൻ പറഞ്ഞു, ഫാസ്റ്റ് ആയിട്ട് പറയാൻ. ഞാൻ പിന്നെയും കുറച്ചുകൂടി സ്പീഡ് പറഞ്ഞ് അയച്ചു കൊടുത്ത്.
പക്ഷെ പറഞ്ഞ ഇങ്ങനല്ല. പിന്നെ ഓരോരോ ഡയലോഗും ഇവിടെ ഇങ്ങനെ പറ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആണല്ലോ, എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ല. പിന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമും അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. പിന്നെ യൂട്യൂബ് തന്നെ ഞാൻ കേക്കിന്റെ പിന്നാലെ ആയതുകൊണ്ട് ഈ കേക്ക് ഇതും കഴിയുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ അങ്ങനെ ഫോണിൽ അധികം കളിച്ചിരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല, ഈ എഡിറ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും. അപ്പം എനിക്ക് അധികം ഇൻസ്റ്റാഗ്രാമിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പം മിഷാൽ ഇങ്ങനെ അങ്ങനത്തെ റീലോ ഇതൊക്കെ കണ്ട് ബ്ലോഗ് ഷോർട്ട് ബ്ലോഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാലോ. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനത്തെ വോയിസ് കൊടുക്കുക, ഇങ്ങനെ ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനത്തെ ടൈപ്പ് ബ്ലോഗ് ചെയ്ത് തുടങ്ങി. മിഷ പറഞ്ഞ ഡയലോഗൊക്കെ വെച്ച് കുറച്ചുകൂടി സ്പീഡ് ആക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് മിഷാക്ക് അയച്ചു കൊടുത്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു രാവിലെ കുത്തി നേടിയിട്ട് വൈകുന്നേരം വരെ അയച്ച് മിഷാൽ ഇത് മാറ്റാൻ പറയും. പിന്നെ അങ്ങനെ മാറ്റി അപ്പം മിഷാക്ക് എന്താ ഇതൊക്കെ നല്ലോണാണല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഇതിലൊക്കെ എന്താ മാറ്റാനുള്ളത്, ഇതൊക്കെ രസമുണ്ടല്ലോ സംസാരം കേട്ടിട്ട് നോക്കി പറഞ്ഞു. അങ്ങനെ ഒരു 5-6 എഡിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് മിഷ പറഞ്ഞു ഇപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട് എന്ന് പറഞ്ഞേ. ഓക്കെ കോൾ വരുന്നു. അങ്ങനെ ഇപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ആ സെറ്റായി എന്ന് പറഞ്ഞതും ആദ്യം പറഞ്ഞു ഒന്ന് കേട്ടു നോക്കി. എൻ്റെ അമ്മ ആനയണ്ണാനോ ആനയമ്പാനിയോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അത്രയും. ഞാൻ ആദ്യം എന്തോ കഥാപ്രസംഗം പറയുമ്പോൾ അപ്പൊക്ക് മനസ്സിലായി മിഷ പറഞ്ഞത് ഇത്രക്കും കാര്യമുണ്ടെന്നുള്ള. അങ്ങനെ ഞാൻ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ല ഇതെന്ത് സ്പീഡാ, അതെന്താ പറയുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചു. പക്ഷെ എങ്കിൽ കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. മീൻസ് ഇപ്പം ആർക്കും സമയമല്ല ഒന്നും കണ്ടിരിക്കാനും, ആരും സമയം ചിലവഴിക്കൊന്നുമില്ല. അപ്പം ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞ ഇതിൽ ഇങ്ങനെ ഫണ്ണായിട്ടുള്ള സാധനം കിട്ടിയപ്പം ആൾക്കാർ കാണാൻ തുടങ്ങി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ പറഞ്ഞാൽ അത്ര വലിയ റീച്ചൊന്നുമില്ല. മീൻസ് ഒറ്റയ്ക്ക് കണ്ടന്റ് ചേഞ്ച് ആവുകയാണല്ലോ. അപ്പം എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ കേക്ക് കാണാൻ വേണ്ടി ചെയ്യുന്ന പോലല്ലേ, സബ്സ്ക്രൈബ് ചെയ്തോലൊക്കെ. അപ്പോൾ മിഷ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോ കിട്ടുമ്പോൾ മിഷ പറഞ്ഞോട് എനിക്ക് ഇത് ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ആണ്, ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൊക്കെയാണ്. അങ്ങനെ ഞാൻ പേജൊക്കെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു വ്ളോഗ് പേജ് കൊടുക്കുമ്പോൾ എന്തോ പേര് മറ്റേ മറിച്ച് അങ്ങ് നോക്കണമല്ലോ. അങ്ങനെ പേരൊക്കെ നോക്കി ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ വൈകാൻ തുടങ്ങി. പിന്നെ ഞാൻ മീൻസ് ഇതങ്ങനെ റീച്ച് ആവുന്നൊന്നും പ്രതീക്ഷ തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു എൻ്റെ പേരിൽ തന്നെ ഇട്ടാക്കാം. എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട് സെയിം പേരില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അതിൽ തന്നെ പബ്ലിക്കായിട്ട് അങ്ങ് തുടങ്ങും. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകും. പിന്നെ വളരാനുള്ളതാണ് എന്ത് പേരാണെങ്കിലും വളരുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങ് പേരിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ മൈ കുട്ടി ഷോർട്സ് എന്നൊക്കെ ഉള്ളത് മാറ്റി മിസ്റ്റർ ഇബ്രാഹിം യൂട്യൂബത്തെ പേരും ആക്കി. അങ്ങനെ ഞാൻ കണ്ടന്റ് ഇട്ട്. പിന്നെ യൂട്യൂബിൽ ആദ്യം ഒരു 5-6 വീഡിയോ ഇട്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാണ്ട് എനിക്ക് ഡെയിലി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് പെൻഡിങ്ങിൽ എൻ്റെ ഇങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക, ഡെയിലി വേറെ പണിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തത് ജോബ്ലെസ് കേൾ VIP ഫോളോ ഫോർ മോർ VIP വീഡിയോസ്. VIP മീൻസ് വേലയില്ല പട്ടതാരി. അപ്പം അതൊക്കെ കൊടുത്ത് അങ്ങനെ തുടങ്ങി. അങ്ങനെ ഡെയിലി ഇടും, ഡെയിലി ഒരേ ടൈമിൽ ഇട്ടിട്ട് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ എന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പാവാൻ തുടങ്ങി. മീൻസ് ഞാൻ പൊതുവെ എനിക്കൊരു ഡ്രസ്സിൻ്റെ പേജ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റിൻ്റെ പേജ് ഉണ്ടായിരുന്നു, അങ്ങനെ കേക്കിൻ്റെ പേജ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ അയച്ച് ഫാമിലിയിൽ എല്ലാവർക്കും അയച്ച് കോളേജിൽ ഏതൊക്കെ ആൾക്കാരെ ചാറ്റുന്നുണ്ടോ എല്ലാവർക്കും വെച്ച് പ്ലീസ് ഫോളോ ആൻഡ് സപ്പോർട്ട് ഇതെങ്ങനെ അയച്ചുകൊണ്ടൊക്കെ. ഇത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ആർക്കും ഷെയർ ചെയ്യൂല, ക്ലിക്ക് ആവുകയാണെ ആവട്ടെ. മീൻസ് എൻ്റെ മൈൻഡിൽ ക്ലിക്ക് ആവുക എന്നുള്ള ഒരു ഇതും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, ഇതിൽ ഇടുന്നുണ്ടല്ലോ ഏതായാലും. എനിക്ക് യൂട്യൂബ് ആയാലും മെയിൻ എൻ്റെ ഫോക്കസ്. അപ്പോൾ ഇതിലേക്ക് എന്തായാലും എടുക്കുന്നുണ്ടല്ലോ, അത് ഇതിലൂടെ ഇതിൽ നിന്ന് വേറെ ഒരു ഇൻകം വരും എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ വെറുതെ അങ്ങ് ഇടുക എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു 200 ഫോളോവേഴ്സൊക്കെ ഞാൻ ആർക്കും ഷെയർ ചെയ്യാണ്ട് തന്നെ, ഒരാൾക്ക് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. 200 എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയാത്ത ആരോ കേട്ടോ. നമ്മൾ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളവരോ അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സോ അറിയാത്തയും മീൻസ് നമ്മൾ പറഞ്ഞാലും ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരെ പോലെ ആയിക്കില്ല. ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് വരിക നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ പറഞ്ഞായിരിക്കും. അങ്ങനെ ഏതോ സ്ട്രേഞ്ചേഴ്സൊക്കെ എന്നെ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല കമൻറ്റ് ഇടാൻ തുടങ്ങി, എനിക്ക് DM മെസ്സേജ് അയക്കാൻ തുടങ്ങി, എന്ത് അടിപൊളിയാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം. മീൻസ് നമ്മൾ അറിയാത്ത ആരൊക്കെ മെസ്സേജ് അയക്കുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എല്ലാം പെട്ടെന്ന് ഫോളോവേഴ്സ് കയറി, പെട്ടെന്ന് 1000 ആയി. അത് കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 പോസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് 10,000 ഫോളോവേഴ്സ് ആയി തോന്നുന്നു. അങ്ങനെ എന്തോ പെട്ടെന്ന് എനിക്ക് ഫോളോവേഴ്സ് കയറുന്നത്. അതുപോലെ എനിക്ക് 5000 ഫോളോവേഴ്സ് ആയപ്പോഴേക്കും എനിക്ക് കൊളാബ് വരിക. എനിക്ക് അന്ന് തന്നെ നല്ല റീച്ച് ഉണ്ട് വീഡിയോക്ക്. എനിക്ക് ആദ്യമായിട്ട് എൻക്വയറി ഒരു ഐ ഹോസ്പിറ്റലിൻ്റെതോ എന്തോ ഒന്ന് വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് പറഞ്ഞു നോക്കി.
അപ്പോൾ അവർക്ക് ഓക്കെ അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ എമൗണ്ടിലൊന്നും എത്താനായില്ല എന്ന് തോന്നുന്നതെന്ന് മനസ്സിലായി. മീൻസ് ചെറിയ എമൗണ്ട് ആണ്, എന്നാലും നല്ല റീച്ചും ഉണ്ട്. പക്ഷെ ഓരോ വിചാരം ഞാൻ സ്റ്റാർട്ടിങ്ങും ആണ്, അധികം ഫോളോവേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത്ര എമൗണ്ട് ചെറിയ എമൗണ്ടിൽ ചെയ്തിരുന്നത് വിചാരിച്ച് കോൺടാക്ട് ചെയ്തായിരിക്കും. ഞാൻ കുറച്ച് എമൗണ്ട് പറഞ്ഞപ്പോൾ അത് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര പറയണ്ടായിനോന്ന്. പക്ഷേ എങ്കിൽ എനിക്ക് ഞാൻ ആ ഒരു ഇതിൽ തന്നെ നിന്ന്. അപ്പോൾ അടുത്തൊരു ടീമിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ എമൗണ്ട് പറഞ്ഞപ്പോൾ ഒരു ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഓക്കെ. അപ്പോൾ എനിക്ക് അത്രയ്ക്കുള്ള വാല്യൂ ആയി വന്ന് അങ്ങനെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്നുള്ളത്. അതുവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. അങ്ങനെ എനിക്ക് പ്രൊമോഷൻസ് കൊളാബ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്ത് അടുത്ത മാസം തൊട്ട് തന്നെയോ അങ്ങനെ തന്നെ എനിക്ക് എൻക്വയറി, അല്ലെ മാസം തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്ത് മാസം തന്നെ എനിക്ക് കൊളാബിനുള്ള എൻക്വയറി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത മാസം തൊട്ട് പോസ്റ്റ് കൊളാബ് പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ടൈമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നല്ല റീച്ച്, നല്ല ഫോളോവേഴ്സ്, നല്ല DM എല്ലാം അടിപൊളിയായി. പിന്നെ യൂട്യൂബിൽ അതുപോലെ ഞാനിങ്ങനെ വീഡിയോ ഇട്ട് ഷോർട്സ് അങ്ങനെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം കണ്ട് കാണുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ ഓഡിയൻസിനെ എനിക്ക് യൂട്യൂബിലും കിട്ടി, ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനൊരു 36K എന്തോ ആയി എടുത്തുനിന്ന് പെട്ടെന്ന് എനിക്ക് 1 lakh ഒക്കെ ആയി. ഇങ്ങനെ ചോദിക്കാൻ ഓരോരുത്തർക്ക് സിൽവർ പ്ലേ ബട്ടനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്നായിക്കില്ല ഇതൊക്കെ കിട്ടുക, അങ്ങനെ ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അറിയില്ലമ്മ, നമ്മൾ വെറുതെ ഇട്ട് വെക്കുകയല്ലേ, നമ്മളിങ്ങനെ വലിയ പ്രതീക്ഷ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് വെക്കരുതെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയതാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് 1 lakh ആയി, നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. എൻ്റെ ഐശ്വര്യ മറിയൊക്കെ ഭയങ്കര സന്തോഷമായി. ഓല് കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ഏതൊക്കെ കുട്ടികളുടെ വീഡിയോ ആണല്ലോ, അപ്പോൾ ഓർക്ക് ഇതൊക്കെ കിട്ടിയാണ്ട് മറിയൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും നമുക്ക് ഇതൊക്കെ എന്താ കിട്ടിയത് ഇതിനൊക്കെ ഇങ്ങനെ ചോദിക്കാൻ. അപ്പോൾ നമ്മളിട്ട് നമുക്ക് സാധനം ഓല് ചോദിച്ച സാധനം എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ ചോദിക്കുക നമുക്കൊക്കെ ഇന്റർവ്യൂ ഒക്കെ വരികയായിരിക്കും, നമ്മളെ കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യാതിരിക്കുമെന്ന് അങ്ങനെ എന്തൊക്കെ ചോദിക്കാണ്. നമ്മളെ തുടക്കത്തിൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ എന്തോ ഫോളോവേഴ്സ് ഒക്കെ ആണ്ടിരുന്നു, എന്തോ അങ്ങനെ ചോദിക്കാനോ അതിനൊക്കെ എവിടെ എത്താണോ എന്നൊക്കെ ചോദിക്കാനോ. അപ്പോൾ നമുക്ക് 100 ആയപ്പോഴേക്കും നമുക്ക് ഇന്റർവ്യൂ വന്ന്, അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൊളാബ് വരാൻ തുടങ്ങി, അതുപോലെ യൂട്യൂബിലേക്ക് തന്നെ ആഡ് വരാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി. ഇപ്പോൾ നമ്മൾ കല്യാണം വരെ എത്തിയില്ലേ, അപ്പം എനിക്ക് അത്യാവശ്യം നല്ലോണം കുഴപ്പമില്ലാണ്ട് സെറ്റായി കിട്ടി. അപ്പം ഞാൻ പറയുന്നത് എന്താ, ചിലപ്പോൾ തുടങ്ങാൻ നിൽക്കുന്ന പോലാണെങ്കിൽ നിങ്ങൾ നാളാന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഫോൺ എനിക്ക് അന്ന് അങ്ങനെ കിട്ടിയും കൊണ്ട് അത് വെച്ച് തുടങ്ങി. ഇതിപ്പോൾ ആൻഡ്രോയിഡിലും പൊട്ടിയ ഫോണിലും ഡിസ്പ്ലേ ഇങ്ങനെ വരയൊക്കെ വന്ന ഫോണിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ എത്രയോ മില്യൺ വ്യൂസ് അല്ല സബ്സ്ക്രൈബേഴ്സ് കയ്യിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ യൂട്യൂബ് തുടങ്ങാൻ വിചാരിക്കുന്നവരാണെങ്കിൽ എന്തായാലും തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ലോങ് വീഡിയോ ഒക്കെ റീച്ച് ഇല്ലെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇട്ടുകൊണ്ട് നിൽക്കുക. നിങ്ങളിപ്പോൾ ഷോർട്സിന് അത്യാവശ്യം ഒരു റീച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റത്തെ നമുക്ക് മോണിറ്റൈസേഷന് 2 ഓപ്ഷൻസ് ആണല്ലോ. ഫസ്റ്റ് ഒരു 3000 ഹവേഴ്സോ അല്ലെങ്കിൽ ഒരു 3 മില്യൺ ഈ 90 ഡേയ്സിനുള്ളിൽ റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആവും. അതായത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും നിങ്ങളെ ഷോർട്സിലൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഷോർട്സിൽ ഞാനിപ്പോൾ ഈ വെയർ ചെയ്ത ഡ്രസ്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം ഇതുപോലത്തെ ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവരും ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യമൊക്കെ കൊടുത്തിട്ടാൽ അവർ ആ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനൊരു എന്താ പറയുക കമ്മീഷൻ പോലെ ആ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടും. നിങ്ങളിപ്പോൾ ഞാനത് ചെയ്തു തുടങ്ങിയിട്ടില്ല, ഞാൻ പേഴ്സണലി ചെയ്തു തുടങ്ങിയിട്ടില്ല. അല്ലാണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ആഡ് വരുമ്പോൾ നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങളിപ്പം ഇനി മുന്നോട്ട് ഇങ്ങനെ തുടങ്ങാനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അല്ലാണ്ട് യൂട്യൂബ് മോണിറ്റൈസ് ആയിട്ട് തന്നെ ഇൻകം വരണമെന്നില്ല, അതായത് വീഡിയോ കണ്ടിട്ടുള്ള ഇൻകം വരണമെന്നില്ല. നിങ്ങൾക്ക് ഷോർട്സിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് കിട്ടാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഈ ഷോളാണെങ്കിലും നിങ്ങൾ ഷോൾ ടാഗ് ചെയ്താൽ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ കഴിയുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഏത് ആൾക്കാരാണെങ്കിലും അധികം വീഡിയോസും ഇപ്പോൾ ഷോർട്സ് മാത്രം ചെയ്യുന്ന പോലെ വീഡിയോസിൽ കാണാം ഒരു ടാഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും കയറി ടാഗ് ആ പ്രൊഡക്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ചെറിയൊരു എമൗണ്ട് അവർക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ സെറ്റാക്കിയാൽ ചെയ്യാൻ പറ്റും. പിന്നെ കൊളാബ് വരും.
ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും മെയിൽ ID കൊടുക്കുക, നിങ്ങളെ ബയോയിൽ മെയിൽ ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെയിൽ വരും, ഓരോരോ ബ്രാൻഡിൽ നിന്ന് മെയിൽ വരും. പിന്നെ എന്താ പറയുക, നിർത്താതെ ചെയ്യുക. റിസൾട്ട് ഇല്ലയെന്ന് വെച്ചാൽ നിർത്താതെ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കണ്ടന്റിനാണോ റീച്ച് വന്നത് അതുമ്പോൾ തന്നെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവന്ന് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് കുറേ കാലം നിൽക്കുന്നവരാണെങ്കിൽ അങ്ങ് തുടങ്ങുക, വെറുതെ അങ്ങ് തുടങ്ങി നോക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവില്ല യൂട്യൂബ് തുടങ്ങുന്നതിന്. വെറുതെ വീഡിയോസ് ഇട്ട് വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങുക. ഞാനങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ നിർത്തി പോകാണ്ടിരിക്കുക, എന്നെ പോലെ നിർത്തി പോകാണ്ടിരിക്കുക. ഉമ്മേൻ്റെ സപ്പോർട്ടിൽ മാത്രമേ ഉമ്മയും മിഷാലും സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ രണ്ടാമത് പിന്നെയും തുടങ്ങി. ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ വീഡിയോ എടുത്ത് നടന്നിട്ടുണ്ടോ, ഒരു കാര്യമില്ല, അങ്ങനെ ഇങ്ങനെ. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് അങ്ങനെ വല്ല തോട്ടം ഉണ്ടാവും. ഇതിപ്പോൾ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്, വെറുതെ ഇങ്ങനെ കുറച്ച് കാണുന്നവരുണ്ടാവും ഇതിനെ. നമുക്കത് പല കമൻറ്റൊക്കെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സംഭവത്തിന് ഇവരെന്താ ചെയ്തത്. ഇതിലിപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ ഇടുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ ഗുണം. അങ്ങനെ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ മാത്രം ഇവരിപ്പോൾ എന്താ ചെയ്തത്, പിന്നെ ഇവരൊക്കെ സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയുള്ള കമൻറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് അറിയാത്തത്, നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിന്, അതായത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊമോഷനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫണ്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫണ്ട് നമുക്ക് കിട്ടും ഈ പ്രൊമോഷൻ ഇട്ട് കൊടുത്താൽ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര ആൾക്ക് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി ഇങ്ങനെ അതും വെച്ച് കുത്തുന്ന ഒരു മനുഷ്യനെ അറിയൂല. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഈ റീലും തോണ്ടിയിരിക്കുന്ന സമയമാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഏത് വഴിക്കാണ് വരിക എന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ തോണ്ടിരിക്കുന്ന ആൾക്കാരിലേക്കാണ് നമ്മൾ ഇവരെത്തിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെ പോയാൽ ഈ കോഴ്സുകളുണ്ട്, ഇതിന് ഇത്രയാണ്, ഇത്ര മാസത്തെ കോഴ്സാണ്, പ്ലേസ്മെൻറ്റ് ഉറപ്പായിട്ട് തരും. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള അറിവ് നമ്മൾ ത്രൂ ആണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നമ്മളും ഇപ്പോൾ പേയ്മെൻറ്റിൽ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു അറിവ് പകർന്നു തരികയല്ലേ നിങ്ങൾക്ക്. അപ്പം അതിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുമ്പം അങ്ങനെ ഒരു കോളേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളല്ലേ. അപ്പം നമ്മളെന്താണ് ഈ സമൂഹത്തിന് ചെയ്ത് നമ്മൾ ഈ വ്ളോഗ് ഇടുന്നതിൽ എന്താ ഗുണമെന്ന് ചോദിക്കുന്നവരോട് ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ്, പിന്നെ ബ്രാൻഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ കുറേ സംഭവങ്ങൾ നമ്മൾ ത്രൂ ആൾക്കാരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സിനെ, അത്രയും വലിയ ബിസിനസ്സിൻ്റെ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ടല്ലേ. നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ആലോചിക്കുക, നമ്മളിവിടെ വന്ന് ഇരിക്കുന്നതും അത് അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവച്ച് ഇരുത്തിയത്. അപ്പോൾ ആ റീച്ചാക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മളെടുത്തുള്ളതുകൊണ്ടാണ് നമ്മളെ വിളിച്ച് ഇരുത്തുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മീൻസ് മനസ്സിലാവാത്തവരാണ് ഈ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളെ വിളിച്ചിരുത്തുന്നത്. അല്ല ഇപ്പോൾ നിങ്ങളൊക്കെ വിളിച്ച് ഈ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇരുത്തുന്ന പറയുന്ന പോലെ ഇടയിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് അങ്ങ് വീഡിയോ ഇട്ടാൽ പോരെ, അതിൽ കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല, അത് അറിയേണ്ട ആൾക്കാർക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പലതും പറയും. അതെന്താ വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഒന്നും നേടാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു കുത്തിക്കയ്പ്പ്, എന്താ പറയുക, ഒരു കുശുമ്പ് എന്നൊക്കെ പറയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളി, ഒരു കുഴപ്പമില്ല. ഇനി ഫാമിലിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഓലെ സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും എനിക്ക് എല്ലാ കാര്യത്തിനും എനിക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പം എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി പറയാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ വ്ളോഗും പ്രൊമോഷനും ഇതൊക്കെ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മക്കും എൻ്റെ ഹസ്ബൻഡിനും കടപ്പെട്ടിരിക്കുന്നവളായിരിക്കും. കാരണം ഓരോ സപ്പോർട്ട് കൊണ്ടും എൻ്റെ ഉമ്മയുടെ നിർബന്ധത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ മിഷാൻ്റെ എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് ഓൻ പറഞ്ഞു തന്നെ എനിക്ക് ഓരോ ദിവസം, മീൻസ് ഫസ്റ്റൊക്കെ എനിക്ക് പറഞ്ഞിട്ട് ഓരോ ദിവസം കണ്ടൻറ്റ് വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരികയും ചെയ്യാം. ഞാൻ ഓൻ പറഞ്ഞു തരുന്ന വോയിസ് ഓവറിലാണ് ഞാനിങ്ങനെ ഇതാണ് ഞാൻ എൻ്റെ വോയിസിൽ അങ്ങോട്ട് ഔട്ടാക്കുന്നുള്ളൂ. ഓനും എല്ലാ ഡയലോഗും പറയുകയും ചെയ്യാം. പിന്നെ എനിക്ക് ചെയ്ത് എനിക്ക് നമുക്ക് തയക്കാവുമല്ലോ, ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്, അങ്ങനെ പിന്നെ ഞാൻ സ്വന്തം ചെയ്യാൻ തുടങ്ങി. അത് ഒരു പരിധി വരെ എനിക്ക് ഫസ്റ്റ് ടൈം ഒക്കെ മിഷാ തന്നെയാണ് എല്ലാം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്.
അപ്പം സ്പെഷ്യൽ താങ്ക്സ് ടു ഇമ്മ ആൻഡ് മിഷ ആൻഡ് എൻ്റെ താത്തക്കും മക്കൾക്കും വലിയൊരു താങ്ക്സ്. എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനും എപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ഓളെ വിളിച്ചാൽ അവൾ വരും. മക്കള് എല്ലാം എനിക്ക് എവിടെയെങ്കിലും പോകാൻ പ്രൊമോഷൻ ആണെങ്കിലും ഒക്കെ തന്നെ എൻ്റെ കൂടെ എല്ലായിടത്തേക്കും വരിക. വിഷ ഇല്ലാത്ത സമയത്ത് വരിക. താത്തയും വമ്പുകാക്കിയേനും. അപ്പോൾ വമ്പുകാക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ അവസരത്തിൽ ഞാൻ പറയാണ്. എല്ലാ കാര്യത്തിനും എവിടെ കൊണ്ടുപോകണമെങ്കിലും താത്തയും വമ്പുകാക്കിൻ്റെ കൂടെ വരികയും ഓല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ നേരെ വയ്യാലൊക്കെ ഞാൻ എന്തോ ഇങ്ങനെ പെരുങ്ങുക. അപ്പം ഞാൻ ഓർക്ക് ശരിക്കും എന്നോട് എന്തെങ്കിലും പറയാം, അങ്ങനെയാണ് എൻ്റെ ആവശ്യത്തിന് എനിക്കങ്ങ് പോയിക്കൂടെ അങ്ങനെ പക്ഷേ ഇതുവരെ എന്നോട് ഞാനിങ്ങനെ എന്ത് പറഞ്ഞാലും ഒന്നും പറയേയില്ല. അതിൻ്റെ കൂടെ എല്ലാത്തിനും വരികയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തെന്നാണ് വമ്പകാക്ക. പാവം വമ്പകാക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. ആരോ ഒരു ദിവസം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്താത്തൻ്റെ ഹസ്ബൻഡ് ഒരു എന്താ പറയുക അടിപൊളിയാണ്, ഞാൻ ഇങ്ങനെ ഓലെ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ കൂടെ എവിടെ വരാനും എല്ലാ കാര്യത്തിനും ഞങ്ങളെ വമ്പക്ക എപ്പോഴും എഫേർട്ട് ഇട്ട് ഞങ്ങളെ കൂടെ വരും. എനിക്ക് മിഷ ഞങ്ങളെ വെഡിങ് ടൈമിലൊക്കെ മിഷ ഇവിടുത്തെ വീട് പണി അങ്ങനെ കുറേ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ കുറേ പർച്ചേസും കാര്യമൊക്കെ മിഷ വരുന്നതിന് പകരം വമ്പകാക്കി താത്തേൻ്റെ കൂടെ വരാം. അപ്പോൾ താങ്ക് യു താത്തക്കും വമ്പാക്കും ഒരു ബിഗ് താങ്ക്സ് എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നതിന്. പിന്നെ അവിടെ വരെ എത്തി. ഇപ്പം ഇപ്പോൾ ഓരോന്നും ഇല്ല എൻ്റെ വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ ഒരു വിഷമാവലുണ്ട്. ഞാൻ ഓരോന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓലക്കൊക്കെ വേണ്ടിയാണല്ലോ നമ്മളിവിടെ എത്തിയത്. ഇപ്പം ഓലൊന്നും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ ഇവിടെ എത്തി. എൻ്റെ വീടും എൻ്റെ ഫാമിലിയും ആയി, ഞാനൊരു വേറെ കുടുംബിനിയായി. അപ്പോൾ ഓരോരു ചാനലുണ്ട്. നിങ്ങളൊരു ഒന്ന് ഷിട്ടു ഫാമിലി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓരോ ഫാമിലിയുടെ കാര്യങ്ങളും നമ്മളെ ഷിട്ടുവിനെയും മറിയനെ ഐശ്വനെയൊക്കെ വെച്ച് ചെയ്യുന്ന കണ്ടന്റുകളും വീഡിയോസൊക്കെ അയക്കാറുണ്ടാവുക. സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓക്കെ, ഇനി നമ്മളെ യൂട്യൂബ് ഇൻകം. അപ്പം നമ്മളെ വീഡിയോൻ്റെ റീച്ച് അനുസരിച്ചുണ്ടാവും നമ്മളെ ഇൻകം. എനിക്ക് തോന്നുന്നു ഒരു മന്തിൽ, അതായത് ഒരു ദിവസം വെറും 20 രൂപ 15 രൂപ ഒക്കെ കയറുന്ന ദിവസങ്ങളുണ്ടല്ലോ. വെറും 1520 അങ്ങനെ കയറുന്ന ദിവസങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു മന്തിൽ എനിക്ക് തോന്നുന്നു 1000 2000 അങ്ങനെയൊക്കെ കയറുന്ന മാസങ്ങൾ ഉണ്ടായിരിക്കണേ. പക്ഷെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിലും കാര്യം ഉണ്ടാവും എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ആഡ് ഉണ്ടാവും. അതായത് പ്രൊഡക്ട്സിൻ്റെ ആഡ്. ഞാൻ കുറേ പ്രൊഡക്ട്സിൻ്റെ ചെയ്തിട്ടുണ്ട്. ഷിട്ടുവിന് കുറേ ടോയ്സ് അങ്ങനത്തെ വരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് അല്ലാണ്ട് ഉണ്ടാവും. പക്ഷെങ്കിൽ യൂട്യൂബ് ഇൻകം കുറവായിരിക്കും. അപ്പം എനിക്ക് 1000 2000 അങ്ങനെയൊക്കെ കിട്ടിയ മാസങ്ങളുണ്ട്. പിന്നെ നമ്മളെ വീഡിയോൻ്റെ റീച്ച് അനുസരിച്ചാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോങ് വീഡിയോസ് അധികം ഇടയില്ലായിരുന്നു. ഷോർട്ട് വീഡിയോസിനാകെ 1 lakh വ്യൂസ് വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 63 അങ്ങനെ വെറും 63 രൂപ മാത്രമേ കിട്ടൂ. അത് 1 lakh ആയാൽ തന്നെ അത് ഒരു 1 million അടിച്ചാൽ 10 lakh വ്യൂസ് ഒരു ഷോർട്സിന് കിട്ടിയാൽ ഒരു 600 സംതിങ് അങ്ങനെ കിട്ടും. 600 രൂപ കേട്ടോ. ഒരു ഷോർട്സ് 1 million അടിച്ചാൽ 600 രൂപ. 1 lakh ആണെങ്കിൽ 60 രൂപ. ഓക്കെ. അപ്പം എൻ്റെ ഇൻകം ഇങ്ങനെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ മന്തൊക്കെ എനിക്ക് കുറച്ചുകൂടി ഒരു റീച്ച് ഉണ്ട് വീഡിയോസിന്. അതുപോലെ തന്നെ വെഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരു മെയിൽ ഞാൻ കുറച്ചൊരു വീഡിയോസ് ഇട്ടതിന് കുറച്ചൊരു വ്യൂസ് ഉണ്ട്, കുറച്ച് റീച്ച് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഇൻകത്തിൽ കുഴപ്പമില്ലാത്തൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റീന് മീൻസ് കിട്ടിയെന്നല്ല. നമുക്കിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് യൂട്യൂബ് ഇൻകം കയറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മെയിലുള്ള പേയ്മെൻറ്റ് നമുക്ക് ജൂണിലാണ് കയറുക. ജൂണിലുള്ള പേയ്മെന്റ് ഇനി ജൂലൈയിലാണ് കയറുക. അങ്ങനെയാണ്. അടുത്ത മന്തിലേക്ക് കാണുമ്പോൾ പേയ്മെന്റ് കയറുക, ബാങ്ക് ത്രൂ ആണ് കയറുക. അപ്പം യൂട്യൂബ് തുടങ്ങാൻ വിചാരിക്കുന്നവർ തുടങ്ങുക. ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് ചിലപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നത് തന്നെ പോയി പോകാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് എന്താ പ്രശ്നം, അപ്പം പോയി പോകാൻ ചാൻസ് ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഇൻകം ഇങ്ങനെയാണ്. പിന്നെ നമ്മളെ വീഡിയോ റീച്ച് അനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാവും. പിന്നെ അതിന് പുറമെ ആഡ് എടുക്കുക. ആഡ് ചെയ്യുമ്പോൾ വരുമാനം ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് മീൻസ് ആഡ് തുടങ്ങി അങ്ങനെ നിങ്ങൾ പറയാണ്ടിരിക്കുക. കാരണം നമുക്കും എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ. ഞാനിത് വീഡിയോ ചെയ്തിങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഇതിനോടാണ് താല്പര്യവും. അപ്പം നമുക്ക് വേണ്ടേ മുന്നോട്ട് ജീവിക്കണ്ടേ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ്, നമ്മളെന്തായാലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട. അപ്പോൾ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓരിലേക്ക് എത്തുമ്പോൾ ആ ബ്രാൻഡിനും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഹെൽപ്പാണല്ലോ അത്. അപ്പോൾ അവരെ നമുക്കൊരു എമൗണ്ട് തരും. നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളത് വാങ്ങുക.
അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നും ചെറിയൊരു കമ്മീഷൻ കിട്ടും. കമ്മീഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ സൈറ്റ് വഴി കയറുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളെ ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ പിന്നെന്താ എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.